24 ബ്രേക്കിംഗ്. ജവാന് ശേഷം സംസ്ഥാന സർക്കാർ നേരിട്ട് വിപണിയിലിറക്കുന്ന മദ്യത്തിന് പേരായി. മലബാർ ഡിസ്റ്റിലറീസ് ഉൽപ്പാദിപ്പിക്കുന്ന ബ്രാൻഡിക്ക് മലബാർ മിസ്റ്ററി എന്ന് പേരിട്ടതായി വിവരം. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ, ഈ മദ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും വാദങ്ങളും ഒക്കെ ഉള്ളതാണ്, നമുക്കറിയാം. ഇതിന് പേര് പറയാനായി ആളുകൾക്ക് ക്ഷണമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത പേര് തന്നെയാണോ കൊടുക്കുന്നത്? അമൃത, അങ്ങനെയല്ല. അതായത് ആളുകൾ തിരഞ്ഞെടുത്ത പേരല്ല. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. വലിയ ചർച്ചയായിരുന്നു ജവാന് ശേഷം സർക്കാർ പുറത്തിറക്കുന്ന മദ്യത്തിന്റെ പേര് എന്ത് എന്നുള്ളത്. ഏതാണ്ട് 40,000-ഓളം പേരുകൾ അത് വകുപ്പിന് മുൻപിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നാലെയാണ് ഈ വിഷയത്തിൽ വകുപ്പ് തന്നെ ഒരു പേരിടാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ജവാന് ശേഷം സർക്കാർ പുറത്തിറക്കുന്ന പുതിയ മദ്യത്തിന്റെ മദ്യ ബ്രാൻഡിന്റെ പേര് മലബാർ മിസ്റ്ററി, മലബാറിലെ നിഗൂഢത എന്നുള്ളൊരു പേരിലേക്ക് എത്തിച്ചേർന്നിട്ട് ഇതിന്റെ ലേബൽ വർക്ക് അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് എക്സൈസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ചിറ്റൂർ മേനോൻപാറയിലെ മലബാർ ഡിസ്റ്റിലറീസ് വിദേശ മദ്യ പ്ലാന്റ് 21-നാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വേദിയിൽ ബ്രാൻഡിന്റെ പേര് പ്രഖ്യാപിക്കാനാണ് നീക്കം എന്നുള്ള കാര്യം ഇപ്പോൾ വിവരമായി പുറത്തേക്ക് വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ വിവാദങ്ങളൊക്കെ വകുപ്പ് തന്നെ ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നു. അങ്ങനെ ജവാന് ശേഷം മലബാർ മിസ്റ്ററി ആയിരിക്കും ഇനി കേരള സർക്കാർ പുറത്തിറക്കുന്ന മദ്യ ബ്രാൻഡ്. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.